കുഞ്ഞുങ്ങളെ, എല്ലാവരും എത്തിയില്ലേ? നോട്ട് ബുക്കും പെൻസിലും ഒപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ അബാക്കസ് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? അതും കൂടി എടുക്കണേ. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഒരു പ്രത്യേകത ഉള്ള സാധനം പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ, ഞാനത് എടുക്കുന്നു. ഇതാണ്. ഇതെന്താ? ഡൈസ്. നിങ്ങൾക്കറിയാം, 2ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ടീച്ചർ അത് എവിടുന്നാണ് എടുത്തത്? നോക്കൂ, ഇതെന്തോരം സാധനങ്ങളാണ് ഉള്ളത്. ഇത് നിങ്ങൾക്കറിയാം, ഗണിത കോർണർ. എല്ലാവരുടെ സ്കൂളിലും നിങ്ങളുടെ ക്ലാസ്സുകളിലും ഗണിത കോർണറും ഗണിത ക്ലബും കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിലെ ലാബ് ഓർക്കുന്നില്ലേ? ഗണിത ലാബും സ്കൂളിലുണ്ട്. അവിടെ നിന്നാണ് ടീച്ചർ ഈ ഡൈസ് എടുത്തത്. ഈ ഡൈസ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? പറഞ്ഞോളൂ. ഏണിയും പാമ്പും കളിക്കാം. പിന്നെയോ ലൂഡോ കളിക്കാം. ഇനിയോ മിടുക്കർ, സംഖ്യകൾ ഉണ്ടാക്കാം. ഇത് വെച്ച് സംഖ്യകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ടീച്ചറും ഇന്ന് ആദ്യമേ തന്നെ ഈ ഡൈസ് ഉപയോഗിച്ച് സംഖ്യകൾ ഉണ്ടാക്കുകയാണ്. ടീച്ചർ ഓരോ സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ അത് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അബാക്കസ് അടുത്തുണ്ടെങ്കിൽ, മുത്തുകളുമുണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിക്കാനും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. എങ്ങനെയാണ് സംഖ്യകൾ ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ ഡൈസ് ഇങ്ങനെ നോക്കൂ. സംഖ്യ ഏതാ? യെസ്, 1 അല്ലേ? നമുക്കിത് അബാക്കസിൽ ക്രമീകരിക്കാം. ഇഷ്ടമുള്ള സ്ഥാനത്ത് നമുക്ക് ഇടാം. നിങ്ങൾ പറയൂ, എവിടെയാണ് ടീച്ചർ ഇടേണ്ടത്? പത്തുകളുടെ സ്ഥാനത്താണോ? ശരി. പത്തുകളുടെ സ്ഥാനത്ത് എത്ര മുത്തിടണം? എത്രയാ സംഖ്യ? 1. പത്തുകളുടെ സ്ഥാനത്ത് ടീച്ചർ 1 മുത്തിട്ടു. ഇനിയും നമ്മൾ ഡൈസ് ഇടേണ്ട സംഖ്യകൾ ഉണ്ടാക്കാൻ വേണം. ടീച്ചർ വീണ്ടും ഡൈസ് ഇടുന്നു. നോക്കൂ, ഏതാ? വീണ്ടും 1 തന്നെയാണ് വന്നത്. അത് എവിടെയാണ് ഇടേണ്ടത്? നൂറുകളുടെ സ്ഥാനത്തോ? ഓക്കെ, നൂറുകളുടെ സ്ഥാനത്ത് ടീച്ചർ 1 മുത്തിടുന്നു. ഇപ്പോഴുള്ള സംഖ്യ ഏതാ? 4. ഇതെവിടെയാണ് ഇടേണ്ടത്? ഓക്കെ, 1കളുടെ സ്ഥാനത്താണോ? ആകാം. 1കളുടെ സ്ഥാനത്ത് എത്ര മുത്താണ് ഇടേണ്ടത്? 4 മുത്തുകൾ. ടീച്ചറിൻ്റെ ഒപ്പം എണ്ണണേ. 1 2 3 4. 4 മുത്തുകൾ ഇട്ടു. ഇനി ഡൈസ് ഇടണോ വേണ്ടയോ? 2 പ്രാവശ്യം കൂടി ഇടണോ? 1 പ്രാവശ്യം കൂടി ഇട്ടാൽ മതിയോ? ഓക്കെ, 1 പ്രാവശ്യം കൂടി ടീച്ചർ ഡൈസ് ഇടാം. നോക്കൂ, സംഖ്യ ഏതാ? 2 അല്ലേ? ഇതെവിടെയാണ് ഇടേണ്ടത്? എവിടെയാ? നൂറുകളുടെ സ്ഥാനത്താണോ? ഓക്കെ, നൂറുകളുടെ സ്ഥാനത്ത് എത്ര മുത്തുകൾ ഇടണം? 2. ഈ സംഖ്യ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതൂ. എഴുതി കഴിഞ്ഞില്ലേ? എന്നാൽ ഒന്ന് ഉറക്കെ വായിച്ചേ. ശരിയാണ്. നോക്കൂ, സംഖ്യ ഏതാ? 314. 314.
സംഖ്യ നോട്ട് ബുക്കിൽ എഴുതിയില്ലേ? അബാക്കസിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ സാരമില്ല, പിന്നീട് ചെയ്താലും മതി. നോക്കൂ, 314 എന്ന ഈ 3 ഡിജിറ്റ് നമ്പർ ഉത്തരമായി വരുന്ന ചെറിയൊരു പാട്ട് ടീച്ചർ പാടാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഉത്തരം നിങ്ങൾ തന്നെ പറയണം. തുടങ്ങല്ലേ? നൂറുകൾ ഞങ്ങൾ മൂന്നാണേ, പത്തുകൾ ഞങ്ങൾ ഒന്നല്ലോ, ഒന്നുകൾ ഞങ്ങൾ നാലാണേ, ഒന്നിച്ചൊന്നായി നിന്നിടും. നൂറുകൾ പത്തുകൾ ഒന്നുകൾ ചേർന്നാൽ ഞാനാരാണ് പറയാമോ? ടീച്ചർ ഒന്നുകൂടെ പാടാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നൂറുകൾ ഞങ്ങൾ മൂന്നാണേ, പത്തുകൾ ഞങ്ങൾ ഒന്നല്ലോ, ഒന്നുകൾ ഞങ്ങൾ നാലാണേ, ഒന്നിച്ചൊന്നായി നിന്നിടും. നൂറുകൾ പത്തുകൾ ഒന്നുകൾ ചേർന്നാൽ ഞാനാരാണ് പറയാമോ? ഈ ഗാനം ഒരു ചോദ്യമായിരുന്നല്ലേ? ഞാനാരാണ് പറയാമോ? ആരായി ഞാൻ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആരാണ്? 314 അല്ലേ? 314. ഇതുപോലെ ധാരാളം രസകരമായ പാട്ടുകളും കഥകളും കളികളും ഉള്ള പുസ്തകങ്ങൾ നമ്മുടെ വായനാമൂലയിലുണ്ട്. ആ, എല്ലാവരുടെ സ്കൂളിലും അതുണ്ട്. കണ്ടോ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ വായനാമൂല? ഗണിതത്തിൻ്റെ പുസ്തകങ്ങൾ, മലയാളത്തിൻ്റെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പുസ്തകം എടുത്ത് വായിക്കണം. ധാരാളം ഗണിത കളികളുണ്ട്, വളരെ രസകരമാണ്. ഗണിതം ഇഷ്ടത്തോടെ പഠിക്കാൻ ഈ പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വായനാമൂല വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം കേട്ടോ മക്കളെ. നമ്മുടെ കളിയിലേക്ക് വീണ്ടും പോവാം. വീണ്ടും നമുക്ക് സംഖ്യകൾ ഉണ്ടാക്കാം. 314 നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയല്ലോ. ശരി, മറ്റൊരു സംഖ്യ ഉണ്ടാക്കാം. നോക്കൂ ടീച്ചർ ഇത് മാറ്റി വയ്ക്കണമല്ലേ? മാറ്റി വയ്ക്കാം. ഓർമ്മിപ്പിച്ചത് നന്നായി. ഇനി മറ്റൊരു സംഖ്യ ടീച്ചർ നിർമ്മിക്കാൻ പോകുന്നു. ഒന്ന് നോക്കിക്കേ. നോക്കൂ, സംഖ്യ എത്രയാ? 6. അത് നമുക്ക് മറ്റൊരു അബാക്കസിൽ ക്രമീകരിച്ചാലോ? ഈ സംഖ്യ എവിടെ ഇടണം? പറഞ്ഞോളൂ. നൂറുകളുടെ സ്ഥാനത്തോ? ഓക്കെ, നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ് ഇടേണ്ടത്? 6. 1 2 3 4 5 6. ഏതാ സംഖ്യ? 4. ഇതെവിടെ ഇടാം? പത്തുകളുടെ സ്ഥാനത്ത് അല്ലേ? പത്തുകളുടെ സ്ഥാനത്ത് എത്രയാ? 4. 1 2 3 4. പത്തുകളുടെ സ്ഥാനത്ത് 4 മുത്തുകൾ ഇട്ടു. ഇനി ഒന്നുകളുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയല്ലേ? നോക്കാം. എത്രയാ? 2. ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര മുത്തുകൾ ഇടണം? 2 മുത്തുകൾ. 1 2. ആ, വേഗ സംഖ്യ വായിച്ചല്ലോ. എത്രയാ? ഉറക്കെ പറഞ്ഞേ. 642. 642. മിടുക്കർ. നോട്ട് ബുക്കിലൊന്ന് എഴുതാമോ? നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയില്ലേ? ഇനി ടീച്ചർ ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. ഈ 2 സംഖ്യകളിൽ വലിയ സംഖ്യ ഏതാണ്? ആ, ശരിയാണ്, 642. മിടുക്കർ, വളരെ മിടുക്കരാണല്ലോ നിങ്ങൾ. എത്ര വേഗമാണ് 3 സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞത്. എങ്ങനെ കണ്ടുപിടിച്ചെന്നോ? ആരാ അവിടെ ചോദിച്ചത്? ഓ, മോനാണോ? ടീച്ചർ അത് വിശദീകരിച്ചു തരാം. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ പറയൂ. ആ, ശരിയാണ് ശരിയാണ്, നൂറുകളുടെ എണ്ണം നോക്കിയല്ലേ? എങ്ങനെ നൂറുകളുടെ എണ്ണം നോക്കി? ആദ്യത്തെ സംഖ്യയിൽ നൂറുകളുടെ എണ്ണം എത്രയാ? 1 2 3.
3 നൂറുകൾ. രണ്ടാമത്തെ സംഖ്യയിലോ 1 2 3 4 5 6 6 നൂറുകൾ. മനസ്സിലായില്ലേ എന്താ സംഭവമെന്ന്? നൂറുകളുടെ എണ്ണം കൂടിയ സംഖ്യയായിരുന്നു വലിയ സംഖ്യ. അങ്ങനെയാണ് ഈ രണ്ട് സംഖ്യകളിലെ വലിയ സംഖ്യ ആരാണെന്ന് കണ്ടുപിടിച്ചത്. മിടുക്കർ. ഇനി വീണ്ടും നമുക്ക് സംഖ്യകൾ ഉണ്ടാക്കി നോക്കാം. വലുതാരാണ് ചെറുതാരാണെന്ന് കണ്ടുപിടിക്കാം. റെഡിയല്ലേ? ടീച്ചർ ഈ അബാക്കസ് ഒഴിഞ്ഞു വെക്കുകയാണ്. അടുത്ത സംഖ്യ നമുക്കുണ്ടാക്കാം. വീണ്ടും ഡൈസ് ഇടാം. വേഗത്തിൽ വേണം, നോട്ട് ബുക്കിൽ അപ്പോഴപ്പം തന്നെ രേഖപ്പെടുത്തണേ. വീണ്ടും ഡൈസ് ഇടുന്നു. നോക്കൂ, സംഖ്യ എത്രയാ? 5. 5 നൂറുകളുടെ സ്ഥാനത്ത് ടീച്ചർ 5 മുത്തുകൾ ഇടുന്നു. 1 2 3 4 5 മുത്തുകൾ. ഇനി നോക്കൂ, പത്തുകളുടെ സ്ഥാനത്തുള്ള സംഖ്യയാണേ. ഏതാ? 3 3 പത്തുകളുടെ സ്ഥാനത്ത് 3 മുത്തുകൾ. 1 2 3 മുത്തുകൾ. ഇനി ഒന്നുകളുടെ സ്ഥാനത്തേക്കാണ്. ഏതാ സംഖ്യ? 6 6 ഒന്നുകളുടെ സ്ഥാനത്ത് 6 മുത്തുകൾ. 1 2 3 4 5 6. ഇനി നോക്കാം, ഈ സംഖ്യ എല്ലാവരും വായിച്ചല്ലോ. ഒന്ന് വായിക്കാം. 536 536. ഇനി മറ്റൊരു സംഖ്യ ഉണ്ടാക്കണം. എന്നാലല്ലേ വലുതാരാ ചെറുതാരാ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. നോക്കൂ, എത്രയാ? 5. നൂറുകളുടെ സ്ഥാനത്ത് ടീച്ചർ 5 മുത്തുകൾ ഇടുന്നു. 1 2 3 4 5 മുത്തുകൾ. 5 മുത്തുകൾ ടീച്ചർ ഇട്ടു. ഇനി പത്തുകളുടെ സ്ഥാനത്തേക്ക് നോക്കൂ, എത്രയാ? 6 6 1 2 3 4 5 6 മുത്തുകൾ. ഒന്നുകളുടെ സ്ഥാനത്തേക്ക് നോക്കാം. ഏതാ സംഖ്യ? 2. ഒന്നുകളുടെ സ്ഥാനത്ത് 2 മുത്തുകൾ. 1 2. സംഖ്യ എല്ലാവരും ഒന്ന് എഴുതിക്കേ. എഴുതി കഴിഞ്ഞോ? ഒന്ന് ഉറക്കെ വായിച്ചേ. സംഖ്യ എത്രയാ? 562 562. ഇനിയാണ് നേരത്തെ ചോദിച്ചതുപോലുള്ളൊരു കുഞ്ഞു ചോദ്യം. ചോദ്യം മനസ്സിലായല്ലേ? അവിടെ ആരൊക്കെയോ പറഞ്ഞു, ആരാ വലിയ സംഖ്യയെന്ന്, ആരാ ചെറിയ സംഖ്യയെന്ന്. നോക്കൂ, പറയാമോ? വളരെ കുറച്ച് പേരാണല്ലോ ഉത്തരം പറഞ്ഞത്. എന്തു പറ്റി? ബുദ്ധിമുട്ടാണോ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കേ. നൂറുകളുടെ സ്ഥാനത്ത് 5, പത്തുകളുടെ സ്ഥാനത്ത് 3, ഒന്നുകളുടെ സ്ഥാനത്ത് 6. 536. ഇവിടെയോ നൂറുകളുടെ സ്ഥാനത്ത് 5, പത്തുകളുടെ സ്ഥാനത്ത് 6, ഒന്നുകളുടെ സ്ഥാനത്ത് 2. ഇപ്പോൾ പിടികിട്ടിയല്ലേ? എങ്ങനെയായിരുന്നു? മിടുക്കൻ. എങ്ങനെ കണ്ടുപിടിച്ചു? നൂറുകളുടെ സ്ഥാനത്തെ സംഖ്യ ഒരുപോലെയായിരുന്നു. അതായത് രണ്ട് സംഖ്യയിലും നൂറുകളുടെ എണ്ണം തുല്യമായിരുന്നു അല്ലേ? അപ്പോഴതങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് പത്തുകളുടെ എണ്ണം നോക്കിയല്ലേ? മിടുക്കനാണല്ലോ. പത്തുകളുടെ എണ്ണത്തിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പത്തുകളുടെ എണ്ണം എങ്ങനെയാ? 562 എന്ന സംഖ്യയിൽ 536 എന്ന സംഖ്യയിലേക്കാൾ പത്തുകളുടെ എണ്ണം കൂടുതലാണ് അല്ലേ? രണ്ടാമത്തെ സംഖ്യയിലെ പത്തുകളുടെ എണ്ണം ഒന്ന് പറഞ്ഞേ. എത്രയാ? 6 പത്തുകൾ. ആദ്യത്തെ സംഖ്യയിലെയോ പത്തുകളുടെ സ്ഥാനത്തെ സംഖ്യ ഏതാ? 3. അപ്പോൾ ഈ രണ്ട് സംഖ്യകളിലും കൂടി വലിയ സംഖ്യ ആരാ? 562 തന്നെ. നിങ്ങളുടെ നോട്ട് ബുക്കിൽ അത് എഴുതിയിട്ടില്ലേ? വലുതാരാ ചെറുതാരാ? ഒന്ന് എഴുതി വയ്ക്കൂ. ഇനി ഒരു സെറ്റ് സംഖ്യകൾ കൂടി നമുക്ക് നോക്കാം.
പഠിച്ച കാര്യങ്ങൾ നന്നായി ഉറപ്പിച്ച് വെക്കണ്ടേ? അതിനുവേണ്ടി ടീച്ചർ വീണ്ടും മുത്തുകൾ മാറ്റി വയ്ക്കുന്നു. ഡൈസ് ഇടുന്നു. സംഖ്യ ഏതാ? 4. 4. എവിടെ ഇടേണ്ടത്? നൂറുകളുടെ സ്ഥാനത്ത്. 1 2 3 4. സംഖ്യ ഏതാ? 6. എവിടെയാണ്? പത്തുകളുടെ സ്ഥാനത്ത്. 1 2 3 4 5 6. ഇനി ഒന്നുകളുടെ സ്ഥാനത്തേക്കാണ്. 2. ഒന്നുകളുടെ സ്ഥാനത്തേക്ക് എത്രയാണ്? 2. 1 2. സംഖ്യ രേഖപ്പെടുത്തിയില്ലേ നോട്ട് ബുക്കിൽ? ഒന്ന് വായിക്കൂ. സംഖ്യ എത്രയാ? 462. 462. വലുതാര ചെറുതാര എന്നറിയണമെങ്കിൽ ഇനിയും ഒരു സംഖ്യ കൂടി വേണം. നോക്കാം. നോക്കൂ, നൂറുകളുടെ സ്ഥാനത്ത് വീണ്ടും 4. ആയിക്കോട്ടെ, നൂറുകളുടെ സ്ഥാനത്ത് 4 മുത്തുകൾ. 1 2 3 4. 4 മുത്തുകൾ. ഇനി അടുത്തത് പത്തുകളുടെ സ്ഥാനത്തേക്കാണ്. നോക്കൂ, പത്തുകളുടെ സ്ഥാനത്തേക്ക് വീണ്ടും 6. സാരമില്ല, പത്തുകളുടെ സ്ഥാനത്തേക്ക് 6 മുത്തുകൾ ഇടാം. 1 2 3 4 5 6. ഇനി ഒന്നുകളുടെ സ്ഥാനത്തേക്കാണ്. നോക്കൂ, എത്രയാ? 5. ഒന്നുകളുടെ സ്ഥാനത്തേക്ക് 5. ഒന്നുകളുടെ സ്ഥാനത്ത് 5 മുത്തുകൾ ഇടാം. 1 2 3 4 5. സംഖ്യകളൊന്ന് വായിക്കാം. 465. 465. എന്താ അവിടെ ആരോ എന്തോ പറഞ്ഞല്ലോ? വലുതാരാണെന്ന് ഉത്തരം പറഞ്ഞു. മിടുക്കനാണല്ലോ. ഏതാ വലിയ സംഖ്യ? ഏതാ വലിയ സംഖ്യ? ഇതാണോ? ഇതാണ്. എങ്ങനെ മനസ്സിലാക്കി? അത് വളരെ എളുപ്പമാണല്ലേ. നൂറുകളുടെയും പത്തുകളുടെയും സ്ഥാനത്തെ അക്കങ്ങൾ ഒരുപോലെ ആയപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാന്ന് നോക്കിയല്ലേ? ഇവിടെ 5ഉം ഇവിടെ 2ഉം. ഏതാകും വലിയ സംഖ്യ? 465 തന്നെ. എല്ലാവരും മിടുക്കരാണ്. ഇപ്പോൾ നമുക്ക് ഏത് 3 അക്ക സംഖ്യകൾ കിട്ടിയാലും അവയിൽ വലുതാര് ചെറുതാര് എന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഈ 3 സെറ്റ് സംഖ്യകളും എഴുതിയിട്ടുണ്ടല്ലോ. മിടുക്കർ. ഇനി നമുക്കൊരു കളിയായാലോ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ബ്രീസ് ടീച്ചർ, ഗണിത അധ്യാപികയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ചെറിയൊരു കളി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. എന്താണെന്നല്ലേ? സംഖ്യകൾ ഉണ്ടാക്കുക തന്നെയാണ്. ഈ സംഖ്യകളിൽ ആരാണ് വലിയ സംഖ്യയുണ്ടാക്കിയത് ആ ആളാണ് വിജയി. വലിയ സംഖ്യ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണേ. ഓരോ തവണ ഡൈസ് ഇടുമ്പോഴും ആ സംഖ്യകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കാൻ മറക്കരുത്. കണ്ടുപിടിക്കണ്ടേ ആരാ വിജയി എന്ന്? വേണം. എന്നാൽ കളി തുടങ്ങിയാലോ? ടീച്ചർ തന്നെ തുടങ്ങാം. നോക്കൂ, ടീച്ചറിന് കിട്ടിയ സംഖ്യ ഏതാ? 3. ഞാനിത് പത്തുകളുടെ സ്ഥാനത്ത് ഇടുന്നു. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ ഇടും കേട്ടോ. 1 2 3. പത്തുകളുടെ സ്ഥാനത്ത് ഞാനിതിടുന്നു. വീണ്ടും 3 അക്ക സംഖ്യ ഉണ്ടാക്കണ്ടേ? ഞാൻ തന്നെ അടുത്ത് സംഖ്യ ഇടുന്നു. 1. ഇതും ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്തിടും. നൂറുകളുടെ സ്ഥാനത്ത്
ഞാൻ ഒന്നിട്ടു. ഇനി ഒന്നുകളുടെ സ്ഥാനം ഒഴിഞ്ഞു കിടപ്പാണല്ലേ, അവിടെ ഒരു സംഖ്യ ഇടാം. നോക്കൂ, 5. എഴുതി വെക്കണേ, വിജയിയെ കണ്ടെത്താനുള്ളതാണ്. 5. ഇപ്പോൾ ടീച്ചർ ഒരു 3 അക്ക സംഖ്യ ഉണ്ടാക്കി. എല്ലാവരും എഴുതി വെച്ചില്ലേ? എത്രയാ സംഖ്യ? 135. 135. ഇനി ഡൈസ് ഞാൻ ബ്രീസ് ടീച്ചറിന് കൈമാറുകയാണ്. എന്താ ടീച്ചർ, പുതിയൊരു 3 അക്ക സംഖ്യ ഉണ്ടാക്കിക്കോളൂ. നോക്കൂ കൂട്ടുകാരെ, സംഖ്യ എത്രയാണ്? 6. ഇത് ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് ഇടും. 100ൻ്റെ സ്ഥാനത്ത് ഇടാം. എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6. നോക്കൂ കൂട്ടുകാരെ, എത്രയാണ് സംഖ്യ? 4. ഇത് നമുക്ക് 10കളുടെ സ്ഥാനത്ത് ക്രമീകരിക്കാം. 1, 2, 3, 4. അടുത്ത സംഖ്യ നോക്കൂ, ഇത് എത്രയാണ്? 6. ഇത് നമുക്ക് ഒന്നുകളുടെ സ്ഥാനത്ത് ക്രമീകരിച്ചാലോ? 1, 2, 3, 4, 5, 6. സംഖ്യ എത്രയാണ്? 646. ഇനി നോക്കൂ കൂട്ടുകാരെ, ഞാനും ടീച്ചറും സംഖ്യ ഉണ്ടാക്കി കഴിഞ്ഞു. വിജയിയെ കണ്ടുപിടിക്കണ്ടേ? ആരാ വിജയി? 2 സംഖ്യകളും നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതിയില്ലേ? ആദ്യത്തെ സംഖ്യ 135. രണ്ടാമത്തെ സംഖ്യയോ ടീച്ചർ പറഞ്ഞേ? 646. 2 സംഖ്യകളും നമ്മളിവിടെ അബാക്കസിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി പറയൂ, ആരാ വിജയിച്ചത്? എല്ലാവരും വിജയിയെ കണ്ടെത്തിയല്ലോ. ആരാണ്? ടീച്ചറാണ് വിജയിച്ചത്. എല്ലാവരും നല്ലൊരു കൈയടി ടീച്ചറിന് കൊടുത്തേ. നമ്മെ കാണാനും നമ്മോടൊപ്പം ഒരു കളിയിൽ ഏർപ്പെടാനും വന്ന ടീച്ചറിന് ഒരു സമ്മാനം കൊടുക്കണ്ടേ? വിജയിക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാം? എന്ത് കൊടുക്കാം? പൂക്കളോ മിഠായിയോ? അതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ടീച്ചറിന് ഇവിടെ നിന്നൊരു നല്ല സമ്മാനം കൊടുക്കാം. എന്ത് കൊടുക്കാം? പുസ്തകം കൊടുക്കാം അല്ലേ? നമ്മുടെ വായനാമൂലയിലെ ഒരു പുസ്തകം ടീച്ചറിന് സമ്മാനമായിട്ട് കൊടുക്കാം. ദാ കണക്കിലെ കളികൾ എന്ന ഈ പുസ്തകം ഞാൻ ടീച്ചറിന് സമ്മാനമായി കൊടുക്കുന്നു. ടീച്ചറിനൊരു താങ്ക് യു പറഞ്ഞേ. കളി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണല്ലേ? കൂട്ടുകാരോടോ വീട്ടിലുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഈ കളി നമുക്ക് കളിക്കാം. അബാക്കസ് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സംഖ്യകൾ ക്രമീകരിക്കുക, സംഖ്യകൾ എഴുതുക, വലുതാരാണ് ചെറുതാരാണെന്ന് വേഗത്തിൽ കണ്ടെത്തുക. കുറേ പേർ ചേർന്നും ഈ കളി നല്ല ഭംഗിയായി കളിക്കാൻ കഴിയും. ഇനി ഈ ഡൈസ് ടീച്ചർ തിരികെ എവിടേക്ക് വയ്ക്കുന്നു? ഗണിത കോർണറിലേക്ക് വയ്ക്കുകയാണ്. ഗണിത കോർണറിൽ ധാരാളം കാര്യങ്ങളുണ്ടല്ലേ? അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇന്നിപ്പോൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ടീച്ചർ സംഖ്യകൾ വെച്ച് ഒരു ഗണിത ഗാനം അവതരിപ്പിച്ചു അല്ലേ? അതുപോലെ ആ ഗണിത ഗാനത്തിന് വരികൾ തുടർച്ചയായിട്ട് എഴുതാം. നാം ഉണ്ടാക്കുന്ന ഓരോ സംഖ്യയും ഗാനമാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഗണിത പതിപ്പുണ്ടാക്കണം. ഗണിതഗാനം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരു കളി കണ്ടില്ലേ, അതും ചേർക്കാം. രസകരമായ കുസൃതി കണക്കുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ആനയുടെ എണ്ണം കണ്ടുപിടിച്ചില്ലേ? അതുപോലുള്ള ചെറിയ ചെറിയ ഗണിത കേളികൾ അതും നമുക്ക് ഗണിത പതിപ്പിൽ ഉൾപ്പെടുത്താം. ടീച്ചർ ഒരു ഗണിത പതിപ്പ് നിർമ്മിച്ച് വായനാമൂലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളെ അത് കാണിക്കാം. നോക്കൂ, ടീച്ചർ അതിന് പേര് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നോ? കളിയും കാര്യവും.
ഗണിതത്തിൽ ധാരാളം കളികളാണ്, കുറച്ച് കാര്യവും. ഈ കളികളും കവിതയും രസകരമായ എന്തും ഗണിതവുമായി ബന്ധപ്പെട്ട എന്തും ഈ പതിപ്പിൽ ചേർക്കാം. എന്താ ടീച്ചർ ഇതിലൊരു ഗണിത ഗാനം നിങ്ങളെ കാണിക്കാം. 10 എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഗണിത ഗാനത്തിനും പേര് കൊടുക്കാൻ മറക്കണ്ട. ഗണിതഗാനം മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെയും ധാരാളം സംഭവങ്ങൾ ഉണ്ട്. വളരെ നന്നായി നിറം കൊടുത്ത് ടീച്ചർ ഉണ്ടാക്കിയത് വായനാമൂലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു ഗണിത പതിപ്പുണ്ടാക്കണം. ഗണിത പതിപ്പിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ എഴുതി ചേർക്കാം. ഭംഗിയായി ഒട്ടിച്ച് സൂക്ഷിച്ച് വയ്ക്കണേ. സ്കൂൾ തുറന്നു വരുമ്പോൾ വായനാമൂലയിലേക്ക് ധാരാളം ബുക്കുകളാകും. നമ്മുടെ വായനാമൂല നിറയും. ഗണിത പതിപ്പ് നിർമ്മിക്കുന്നതിനോടൊപ്പം ഡൈസുകൾ ഉപയോഗിച്ച് സംഖ്യകളുണ്ടാക്കി അബാക്കസിൽ ക്രമീകരിച്ച് വലുതാരാണ് ചെറുതാരാണ് എന്ന് കണ്ടെത്താനും മറക്കരുതേ. ഇതുപോലുള്ള രസകരമായ കുഞ്ഞു കുഞ്ഞു കളികളും പാട്ടുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടാറ്റാ.